കാരണം ഇപ്പോൾ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വോട്ട് കിട്ടാതെ ഇസ്ലാമിസ്റ്റുകൾ കാരണമാണ്. ഇസ്ലാമിസ്റ്റുകൾ തീരുമാനിക്കുന്നവരെ കേരളത്തിൽ ജയിക്കൂ എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചതാണ്, മണ്ടന്മാരാണ്. അപ്പം നാട്ടുകാർ എന്ത് ചെയ്യുന്നത്, എന്നാൽ പിന്നെ ഇവനെ ജയിപ്പിച്ചേക്കാം. സുരേഷ് ഗോപി വയ്ക്കുന്നത് അതൊരു പങ്കാണ്. ക്രിസ്ത്യാനികളുടെ ഇതൊക്കെ പോയിട്ട് ഈ ഫേസ്ബുക്കിലൊക്കെ എല്ലാവരും കാണുകയില്ലേ, നമ്മൾ നിൽക്കുന്നു, നമ്മൾ എതിർത്തു, അവൻ തോറ്റു എന്നൊക്കെ എഴുതി പറഞ്ഞാൽ എന്നാൽ ശരി കാണിച്ചു തരാം. ഈ ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ഇസ്ലാമിസ്റ്റുകൾ എത്രത്തോളം സജീവമാകുമോ അത്രയും ബി ജെ പിക്ക് ഉണ്ടാകും. അപ്പോൾ അവരുടെ വോട്ടുകൾ CPM ലഭിക്കുമോ? കാരണം കഴിഞ്ഞ തവണ അല്ല, പോയ വോട്ടുകൾ കുറേയൊക്കെ തിരിച്ചു കിട്ടും. ഒന്ന് NSS ഇപ്പം ഇലക്ഷൻ എന്ത് നിലപാടെടുക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം CPM ആയിട്ടുള്ള അകൽച്ച കുറഞ്ഞിട്ടുണ്ട്. SNDP മുതലാളി പൊതുവെ CPM അനുകൂലമാണ്. പിന്നെ ഈ പറയുന്ന BDJS അർഹമായ പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ മുമ്പ് കോൺഗ്രസിൽ നിന്ന് BDJS വന്ന വോട്ട് തിരിച്ച് ചിലപ്പോൾ CPM പോകും. അപ്പോൾ അതിനൊക്കെയുള്ള മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ പലപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷന് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരും ഒക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളായി വരാൻ പോകുന്നത്. അവരവരെ തോൽപ്പിക്കില്ല, അവർക്ക് അവരുടെ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ട്, അവിടെ അവർ ജയിക്കും. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ശോഭാ സുരേന്ദ്രനൊക്കെ 1-2 സീറ്റിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെയൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നുള്ളത് ഈ പറയുന്നത് പോലെ ലോക്സഭ ഒരു വലിയ മണ്ഡലവും നാഷണൽ പൊളിറ്റിക്സാണ്. ഇവിടെ അതല്ല. നാഷണൽ പൊളിറ്റിക്സ് നോക്കുമ്പോൾ മോഡിയുടെ പെർഫോമൻസ് കൊള്ളാം എന്ന രീതിയിൽ വോട്ട് ചെയ്തവരുണ്ട്. ഇവിടെ നോക്കുമ്പോൾ പിണറായിയുടെ പെർഫോമൻസാണ് ഉള്ളത്. പിണറായി ഒരേ സമയം പിണറായി ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലുള്ള വലിയ വിഭാഗം ആളുകളുണ്ട് കേരളത്തിൽ. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യുന്ന ആർക്കെന്ന് ഞാൻ പറയില്ല, അതിന് ഒരുപാട് ഘടകങ്ങൾ വരും സ്വാഭാവികമായിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ച് സാധാരണ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഞാനല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ച് ലോക്സഭയിൽ അവർ BJP വോട്ട് ചെയ്യും, നിയമസഭയിൽ അവർ പിണറായിക്ക് വോട്ട് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് വോട്ട് ചെയ്യുന്ന കാര്യം ഉറപ്പാണ്, അത് സംശയമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.